ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോമ്പിന് മുമ്പുള്ള കുറച്ച് പ്രിപ്പറേഷൻസും റീ അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. കുറച്ച് മുമ്പേ സമയമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് ആ ഒരു വൈകുന്നേരമൊക്കെ അത്ര തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കൊരു പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഇതുപോലെയുള്ള കുറച്ച് പണികൾ മാത്രമേ പെൻഡിങ്ങിലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഈ ഒരു ടേബിൾ റണ്ണർ ഞാൻ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, മാത്രമല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു. 2 എണ്ണം വരുന്ന ഒരു സെറ്റായിട്ടാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചണിൽ ഞാൻ ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കാറ്. റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ രീതിയിൽ പാക്കിംഗ് ഒക്കെ തുടങ്ങിയത്. കുറച്ച് സിപ്ലോ കവർ എടുക്കുക, അതിലേക്ക് നമ്മൾ ചിക്കൻ മീറ്റൊക്കെ നമുക്ക് വേണ്ട കഷ്ണങ്ങൾ മാത്രം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള പാക്കറ്റിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ അത് മാത്രം എടുത്തിട്ട് നമുക്ക് പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്താൽ മതിയാവും. കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ ഉപയോഗിക്കാനും ആ ഒരു സമയത്ത് എളുപ്പമായിരിക്കും. സ്നാക്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആയിരിക്കും. ആ സമയത്ത് പൊടിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കുക. അതല്ലാതെ തന്നെ ഇതുപോലെ 2-3 കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് പനങ്കൽക്കണ്ട് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലുപയോഗിക്കാൻ പറ്റും. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഏലക്കായും കൂടെ ഞാൻ പൊടിച്ച് വെക്കുന്നുണ്ട്. ആ ഒരു കൽക്കണ്ടത്തിൻ്റെ കൂടെ തന്നെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത് കറുത്ത ഏലക്കായാണ് കേട്ടോ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി സ്നാക്സിന് ബാക്കി കറികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മാഗി ക്യൂബ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 2 കഷ്ണം ചിക്കൻ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ വെളുത്തുള്ളിയും ക്യാരറ്റും ഒരു റാഡിഷും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ഉള്ളിത്തണ്ടുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചേർത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നന്നായിട്ട് പിച്ചിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കുക, നന്നായിട്ട് നരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഏകദേശം ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മാഗി ക്യൂബും ഉണ്ടാവുക. പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല, കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയിരിക്കും. നല്ലോണം ഓവനായിട്ടൊക്കെ ഫ്രീസ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള സൈസിലായിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. രാത്രി ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ തുടങ്ങിയത്. അധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത ശേഷം ഒന്ന് സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.